ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യഭാമ ശ്യാമയോട് പൊട്ടിത്തെറിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇത് കേൾക്കുമ്പോ ശ്യാമയ്ക്ക് ഒരുപാട് സങ്കടാവും. അച്ഛാ, സത്യമ്മ പറഞ്ഞിട്ട് പോയത് എന്ന് കരഞ്ഞു പറയുമ്പോ രാഘവേട്ടൻ പറയും, എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ലല്ലോ മോളെ. അവനെന്തോ ആപത്ത് വന്നതിന്റെ ദേഷ്യത്തിലാണ് ഭാമ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞതും അതൊക്കെ കൊണ്ടാണ്. അപ്പോ ശ്യാമ കരഞ്ഞോണ്ട് പറയും, എന്നാലും എന്തൊക്കെയാ സത്യമ്മ വിളിച്ചു പറഞ്ഞത്? എന്റെ കുഞ്ഞേച്ചി അങ്ങനെ ചെയ്യോ? സ്വന്തം പ്രാണനെ പോലെ കരുതുന്ന വിഷ്ണുവേട്ടനെ എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞ ശ്യാമ കരയുന്നത്. രാഘവേട്ടൻ പറയും, എന്തായാലും മക്കളെ, അവള് പോയിട്ട് വരട്ടെ. തെറ്റും ശരിയും നോക്കാനുള്ള സമയമല്ല ഇത്. വിഷ്ണുവിനെ ഒരാപത്തും സംഭവിക്കരുതെന്ന് ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കും മോളെ. എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നിയപ്പോഴേ എനിക്ക് മനസ്സിലായത് അവനെന്തോ പറ്റിയിട്ടുണ്ടെന്ന്. ഇപ്പതാ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുക. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഘവേട്ടൻ അവിടെ ഇരിക്കുന്നത്. ശേഷം വിഷ്ണുവിനെ ഡോക്ടേഴ്സ് പരിശോധിക്കണേ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം അതിന്റെ അകത്തൊക്കെ രക്തമായിട്ടുണ്ടല്ലോ. ഇതേസമയം ശാലിനി ഇങ്ങനെ ഐസിയുലേക്ക് നോക്കി പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യണേ. ആകെ സങ്കടത്തിലും ടെൻഷനോടും കൂടിയാണ് ശാലിനി നിൽക്കുന്നത്. ഭാമയാണെങ്കിൽ വിഷ്ണുവിനെ സംഭവിച്ചത് ആലോചിച്ച സങ്കടത്തിലും എന്നാൽ ശാലിനിയോടുള്ള ദേഷ്യത്തിലുമാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശാലിനി വിഷ്ണുവിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണല്ലോ, ആ റൂമിന്റെ അടുത്ത്. ആ സമയത്ത് ACP അങ്ങോട്ട് വരും. ശാലിനിക്കും എന്താ അവിടെ ഉണ്ടായത്? ഞാൻ കണ്ടിട്ട് പോകുമ്പോ ഉണ്ടായിരുന്ന വിഷ്ണുവേട്ടനല്ലല്ലോ പിന്നെ അവിടെ കണ്ടത്. എന്താ അവിടെ നടന്നതെന്ന് എനിക്കറിയണം. ബോസ് പറയും, അയ്യോ മാഡം, ഒരു മർദ്ദന മുറയും ഞാൻ അവിടെ പ്രയോഗിച്ചിട്ടില്ല. കളക്ടറുടെ പ്രത്യേക പരിഗണനയുള്ളതിനാൽ ഒന്ന് സഹായിക്കാൻ നോക്കിന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വിഷ്ണുവിനെ എത്തിക്കുന്ന ഞങ്ങൾ ആരും വിചാരിച്ചത് പോലുമില്ല. ശാലിനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാതിരുന്ന ഒരാൾ എങ്ങനെ മരണതുല്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തി? അതിന്റെ വിശദീകരണം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ACP പറയും, മാഡം, എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്ത് സമയം കളയുന്നതിനേക്കാളും നല്ലത് മാഡത്തിന്റെ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് കേൾക്കുമ്പോ ശാലിനിക്ക് അങ്ങ് വ്യക്താവുന്നില്ല. ബോസ് പറയും, കൃത്യമായിട്ട് കാര്യം അറിയാനും പറ്റും. ശാലിനിക്കും, വായ്, എന്തിന് ഇങ്ങനൊരു സംഭവം സ്റ്റേഷനിൽ നടന്നതിന് ഞാൻ എന്തിനാ എന്റെ വീട്ടിൽ വിളിച്ച് ചോദിക്കുന്നത്? ബോസ് പറയും, അല്ല, വീട്ടിലാർക്കെങ്കിലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാലോ. അല്ലെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ച ആർക്കെങ്കിലും ഇതുപോലൊരവസ്ഥ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് അറിയാലോ. ശാലിനിക്കും, നിങ്ങൾ എന്തൊക്കെയാ ഈ പറഞ്ഞു വരുന്നത്? തെളിച്ചു പറയണം മിസ്റ്റർ. ബോസ് പറയും, മാഡം, ശാരദാമ്മ വീട്ടില് തയ്യാറാക്കിയ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷമാണ് വിഷ്ണുവിന് ഈ അസ്വസ്ഥതയൊക്കെ ഉണ്ടായത്. ശാലിനി ഞെട്ടു, വാട്ട്? ഹേനോ, ഞാനിത് വിശ്വസിക്കില്ല, നിങ്ങൾ പച്ചക്കള്ള പറയുന്നത്. ബോസ് പറയും, മാഡം, മാഡത്തിന് നിൽക്കുന്ന ഏത് പോലീസുകാരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കാം. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വിഷ്ണു അസ്വസ്ഥത പ്രകടിപ്പിച്ചതും ഇങ്ങനെ ബ്ലഡ് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അതുകൊണ്ടാണ് മാഡം ഞാൻ വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് തിരക്കാൻ വേണ്ടി പറഞ്ഞത്. ശാലിനി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. ഭക്ഷണമല്ലേ, ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാലോ. കുറച്ച് കുരുമുളക് കൂടിപ്പോയാലും ചങ്കിന് കുത്തലുണ്ടാക്കുന്ന കാലമാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കും മാഡം. ഒന്ന് വിളിച്ചു ചോദിക്കേ. ഇനി അവിടുന്ന് ആരും കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊരു അപകടം നമുക്ക് ഒഴിവാക്കാനും പറ്റുമല്ലോ. പ്ലീസ് മാഡം. ശാലിനി ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കണേ. അങ്ങനെ ബോസ് ഇങ്ങനെയൊക്കെ പറയുമ്പോ ശാലിനി ആകെ വിറയ്ക്കുന്നുണ്ട്. വേഗം ഫോൺ എടുത്ത് ശാരദാമ്മേനെ വിളിക്കുക. ഈ സമയം ബോസ് ഇങ്ങനെ ഐസിന്റെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട് വിഷ്ണുവിനെ. ശാലിനി വിളിക്കുമ്പോ ശാന്തേച്ചിയാണ് ഫോൺ എടുക്കുന്നത്. അമ്മ എവിടെ ശാന്തേച്ചി? മോളെ, ശാരദാമ്മ പുറത്തു പോയിരിക്കാം, ഫോൺ കൊണ്ടുപോയിട്ടില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ശാരദാമ്മ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ശാലിനിക്കും, ആ ഹോട്ടലില് ഭക്ഷണം ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ശാന്തേച്ചി പറയും, ആ ആൾക്കാരൊക്കെ കഴിച്ചിട്ട് പോയല്ലോ. എന്താ മോളെ കാര്യം? ശാലിനി പറയും, ഇവിടെ വിഷ്ണുവേട്ടനെ അമ്മ കൊടുത്തുവിട്ട ഭക്ഷണം കഴിച്ച് വിഷ്ണുവേട്ടന് ഹോസ്പിറ്റലാ, അതാ ഞാനിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ശാന്തേച്ചിയും ഞെട്ടും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്നോ? ശാലിനി പറയും, അതെ, ഫുഡ് പോയിസൺ ആണെന്നാ പറയുന്നത്. ശാന്തേച്ചി പറയും, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ സംഭവിക്കേണ്ട, ഇത് മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും മോളെ. ശാലിനി പറയും, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അമ്മ വരുമ്പോ കാര്യം പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യണേ. ശാലിനിയോട് അങ്ങനെ പറഞ്ഞെങ്കിലും ശാന്തേച്ചിക്ക് നല്ല പേടിയുണ്ട്. ഈശ്വര, എന്നാലും അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ. ഇതേസമയം ശാലിനി വിചാരിക്കും, ഭക്ഷണത്തിലുള്ള വിഷാംശമാണെങ്കിൽ അതിങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് സംഭവിക്കോ? എന്തായിരിക്കും അപ്പൊ അവിടെ നടന്നത് എന്ന് പറഞ്ഞിങ്ങനെ ബോസിനെ നോക്കുമ്പോ ബോസിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ശാലിനി. ഇതേസമയം ശ്യാമ വീട്ടിൽ നിന്ന് വിചാരിക്കുകയാണെ വിഷ്ണുവേട്ടന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ മറ്റെന്തൊക്കെയോ കള്ളക്കളികൾ നടന്നിട്ടുണ്ട്. അത് കുഞ്ഞേച്ചിയുടെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ശ്രമമാണ് സത്യമ്മ ഇപ്പൊ ഇവിടെ നടത്തിയത്. ആരെങ്കിലും ഫോൺ വിളിച്ച് ചോദിക്കാന്ന് വെച്ചാൽ കുഞ്ഞേച്ചിയുടെ ഫോണിലേക്കാണെങ്കിൽ കോള് പോകുന്നുമില്ല. അമ്മയാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. അമ്മ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടാണ് വിഷ്ണുവേട്ടൻ ഹോസ്പിറ്റലിൽ ആയതെന്നാ പറയുന്നത്. വർഷങ്ങളായി ഭക്ഷണം ഉണ്ടാക്കുകയും വിളമ്പി കൊടുക്കുകയും ചെയ്യുന്ന അമ്മയ്ക്ക് എന്തായാലും അങ്ങനെ ഒരു തെറ്റുപറ്റാൻ സാധ്യതയില്ല. ഇതിലെന്തോ ചതിയുണ്ട് എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും ഫോൺ എടുത്ത് ശാരദാമ്മേനെ വിളിക്കും. ഈ അമ്മ എന്താ ഫോൺ എടുക്കാത്തത് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ പൊന്നി ശ്യാമയുടെ അടുത്തേക്ക് വരിക. ശ്യാമ വിചാരിക്കും, ഒരു അത്യാവശ്യത്തിന് ഇങ്ങനെ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ എങ്ങനെയാ അറിയാ? പൊന്നി
പൊന്നിന്നിട്ടേക്കും എന്താ കുഞ്ഞെ, വിഷ്ണു കുഞ്ഞിന്റെ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? സത്യം എന്തിനാ ശാലിനി കുഞ്ഞിനെയും മറ്റും ചീത്ത പറഞ്ഞത്? ശാരദാമ്മ കൊണ്ടുപോയ ഭക്ഷണം കഴിച്ചിട്ടാണോ വിഷ്ണു കുഞ്ഞിനെ സുഖമില്ലാതായത്? ശ്യാമ പറയും എന്നൊക്കെയാ പറയുന്നത് ചേച്ചി, എന്നാ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. പൊന്നിയോരും രാഘവൻ സാറെ ശ്യാമക്കുഞ്ഞിനെ തിരക്കുന്നുണ്ട്, വിഷ്ണു കുഞ്ഞിന്റെ കാര്യം അറിയാൻ തന്നെയാണ്. ശ്യാമോരും സത്യാമ്മ പറഞ്ഞിട്ടുള്ള അറിവേ എനിക്കുള്ളൂ, പോയിരിക്കുന്നവരാരും ഫോണും എടുക്കുന്നില്ല. അപ്പൊ പൊന്നി പറയും എന്തായാലും ഇതറിഞ്ഞപ്പോ മുതലേ സാറും വല്ലാത്തൊരവസ്ഥയിലാണ്, നിലവിളിക്കുന്നില്ലെന്നേ ഉള്ളൂ, മനസ്സ് മുഴുവനും വിഷ്ണു കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയാണ്. ശ്യാമ അവിടെ നോക്കും, ഞാനിപ്പോ എന്താ അച്ഛനോട് പറയാ? അറിയില്ലെന്ന് പറഞ്ഞാ മനഃപൂർവ്വം ഞാൻ അച്ഛനിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വെക്കാണെന്നല്ലേ അച്ഛൻ കരുതൂ. തെറ്റുപറ്റിയത് എന്റെ വീട്ടുകാർക്കാണെന്നല്ലേ സത്യമ്മ പറഞ്ഞിട്ട് പോയത്? പൊന്നി പറയും എന്നെ അവിടെ ഇരുത്തത് കൊണ്ടാ ഞാൻ ശ്യാമക്കുഞ്ഞിനെ വിളിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു പോന്നത്, ഹോസ്പിറ്റലിന് ആരും വിളിച്ചിട്ടില്ലെന്ന് തന്നെ പറ, അല്ലാതെ ഇപ്പൊ നമ്മൾ എന്ത് പറയാനാ? ഇതേ സമയം അകത്ത് രാഘവേട്ടൻ ശ്യാമയനങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അവളിതിപ്പോ എങ്ങോട്ടാ പോയത്? ഒരു കാര്യം അറിയാൻ വേണ്ടിട്ടല്ലേ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത്, എന്നിട്ട് പോയ വഴി പോയേക്കുവാ. എനിക്ക് ഇവിടുന്ന് നടക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കില് രാഘവൻ നായർ ആരുടെയും കാല് പിടിക്കില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് പോയി കാര്യങ്ങളൊക്കെ തിരക്കി വരുമായിരുന്നു. എന്താ ഇപ്പൊ ഒരു മാർഗം? ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാന്ന് പറഞ്ഞാല് ഇരിപ്പുറക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് അങ്ങ് എഴുന്നേൽക്കും. എഴുന്നേറ്റ് നിന്നിട്ട് ശ്യാമേ ശ്യാമേ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിക്കണേ. ഇവരൊക്കെ എവിടെ പോയിരിക്കുക? വിളിച്ചാലും കേക്കത്തില്ല. ശ്യാമേ എന്ന് ഒന്നുകൂടെ ഉച്ചത്തിൽ വിളിച്ച് നിക്കുമ്പോഴേക്കും കയ്യിലെ വാക്കിംഗ് സ്റ്റിക്കിന്റെ ബാലൻസ് പോവാണേ. രാഘവേട്ടൻ അവിടെ അങ്ങ് വീണു പോവും. വേദന കൊണ്ട് അച്ഛൻ കരയാണേ. അപ്പോഴേക്കും ശ്യാമ ഈ കാഴ്ച കാണാണേ. അയ്യോ അച്ഛാ എന്ന് വിളിച്ചിട്ട് ശ്യാമയും കൂടെ പൊന്നിയും കൂടെ അടുത്തേക്ക് ഓടി വന്ന് വേഗം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക. എന്നാ അവർക്ക് പറ്റുന്നില്ല. രാഘവേട്ടൻ പറയും മക്കളെ നിങ്ങൾക്ക് കൂട്ടിയ കൂടില്ല. എന്നാ ശ്യാമയും പൊന്നിയും കൂടെ മാക്സിമം ട്രൈ ചെയ്യാണേ. അങ്ങനെ ഒരുവിധം പിടിച്ച് ആ സോഫയിൽ ഇരുത്തും. എന്താ അച്ഛാ ഇത്, വല്ലതും പറ്റിയോ എന്ന് ചോദിച്ച് കാലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണേ. രാഘവേട്ടൻ പറയും ഇല്ല. ശ്യാമ പറയും ഞങ്ങൾ അച്ഛന്റെ അടുത്തേക്ക് വരുമല്ലായിരുന്നു, എന്തിനാ എഴുന്നേറ്റ് നടക്കാൻ നോക്കിയത്? വടി എടുക്കും മോളെ എന്ന് പറയുമ്പോ ശ്യാമ എടുത്തു കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ട് ചോദിക്കും വിഷ്ണുവിന്റെ കാര്യം എന്തായി മോളെ? അതറിയാഞ്ഞിട്ട് എനിക്കൊരു സമാധാനം ഇല്ല. എന്താ ശരിക്കുണ്ടായത്? എന്താ മാമ ഇവിടുന്ന് ബഹളം വെച്ച് പോയപ്പോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ എന്താ വിഷ്ണുവിന് ശരിക്കും പറ്റിയത് ശ്യാമേ? വല്ലതും അറിഞ്ഞോ? ശ്യാമയ്ക്കും ആകെ സങ്കടമുണ്ട്. ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. സത്യമ്മ പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ അച്ഛാ. വിഷ്ണുവിന് സുഖമില്ലാതായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. ഞാനും ഇതാ പൊന്നി ചേച്ചിയും ഹോസ്പിറ്റലിൽ പോയവരെ മാറി മാറി വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരാളും ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും അറിയാനും പറ്റുന്നില്ല. അപ്പൊ രാഘവേട്ടൻ ചോദിക്കും അല്ല അവരാരും എന്താ മക്കളെ ഫോൺ എടുക്കാത്തത്? ഇനിയിപ്പോ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കാര്യമായിട്ട് കുഴപ്പമുണ്ടോ? ഇനി അതും അല്ലെങ്കിൽ എന്നിൽ നിന്നും നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മറക്കുന്നുണ്ടോ? അയ്യോ ഇല്ല. രാഘവേട്ടൻ ഒന്നുകൂടെ ചങ്ക് കൂട്ടുന്ന രീതിയിൽ കാരണട്ടാ സംസാരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ, എന്റെ മനസ്സിനെ താങ്ങാൻ പറ്റാഞ്ഞിട്ടാ ചോദിക്കുന്നത്. ശ്യാമറി ഇല്ലച്ചാ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ റേഞ്ച് ഇല്ലാത്തടത്തായിരിക്കും, അതുകൊണ്ടാ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തത്. അച്ഛൻ വിഷമിക്കാതെ, പോയവരിൽ ആരെങ്കിലും വിവരം അറിയിക്കാൻ വിളിക്കാതിരിക്കില്ല. രാഘവേട്ടൻ പറയും ഭാമ പറഞ്ഞത് കേട്ടല്ലോ, ശാലിനി കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടാ അവര് സുഖമില്ലാണ്ടായതെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അതോ ഭാമയുടെ ദേഷ്യത്തിൽ അവള് വിളിച്ചു പറഞ്ഞതാണോ? ശ്യാമയ്ക്കും അച്ഛൻ എന്തായി പറയുന്നത്? അങ്ങനെ ഒരു സംശയം പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. വിഷ്ണുവേട്ടന് വേണ്ടിയിട്ടല്ലാതെ എന്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം പോലും എന്റെ കുഞ്ഞേച്ചി ജീവിച്ചിട്ടില്ല. ഊണിലും ഉറക്കത്തിലും എല്ലാം എങ്ങനെ വിഷ്ണുവേട്ടനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാം എന്ന് മാത്രം ചിന്തിക്കുന്നവളാ എന്റെ കുഞ്ഞേച്ചി. എന്റെ കുഞ്ഞേച്ചി വിഷ്ണുവേട്ടന്റെ ഭക്ഷണത്തില് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ മാത്രം ഞാൻ അത്രയ്ക്ക് വലിയ മണ്ടിയൊന്നും അല്ല അച്ഛാ. സത്യമ്മ എന്റെ കുടുംബക്കാരെ അടക്കാ ചീത്ത പറഞ്ഞത്, ഞങ്ങള് വിഷം കൊടുത്തു തന്നെയാ പറഞ്ഞത്. ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായച്ചാ, വിഷ്ണുവേട്ടനും എന്റെ കുഞ്ഞേച്ചിയും തമ്മിലുള്ള ഇഷ്ടത്തിന്റെ ആഴവും പരപ്പും ഒന്നും സത്യമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യമ്മ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അച്ഛനറിയോ, വിഷ്ണുവേട്ടൻ എന്റെ കുഞ്ഞേച്ചിയുടെ പ്രാണനാ. കുഞ്ഞേച്ചിയുടെ ജീവനേക്കാളും കുഞ്ഞേച്ചി പ്രാധാന്യം കൽപ്പിക്കുന്നത് വിഷ്ണുവേട്ടന്റെ ജീവനാ. ആ ജീവൻ എടുക്കാൻ കുഞ്ഞേച്ചി ആഗ്രഹിക്കുന്നോ? അങ്ങനൊരു ചിന്ത എന്റെ കുഞ്ഞേച്ചിയിലേക്ക് വരുന്നതിന് മുന്നേ എന്റെ കുഞ്ഞേച്ചി ആത്മഹത്യ ചെയ്തിരിക്കും. രാഘവേട്ടൻ കരഞ്ഞോണ്ട് തന്നെയാ പറയുന്നത്. മോളെ അച്ഛനെല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അല്ല മോളെ, ഇനി പോലീസുകാർ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവനെ തല്ലിച്ചതിച്ച് ഹോസ്പിറ്റലിലാക്കിയിട്ട് ഇങ്ങനൊരു കള്ളക്കഥ ഉണ്ടാക്കിയാലും മതിയല്ലോ. പോരാത്തതിനെ ആ ACPക്കാ കേസിന്റെ ചുമതല. അയാള് കാലനാ നമ്മുടെ കുടുംബത്തിലെ എത്ര പേരെ കൊന്നാലും തീരാത്തത്ര പക തീരാത്ത വിഷസർപ്പ. അവൻ കളിക്കും, ഭംഗിയായിട്ട് കളിക്കും. അവൻ നമുക്കറിയാത്ത വളഞ്ഞ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം അവൻ ദ്രോഹിക്കും. ഇങ്ങനൊരു കള്ളക്കളിക്ക് പിന്നിലും അങ്ങനൊരു സംശയം ഇല്ലാതില്ല. ശ്യാമ പറയും പക്ഷേ അതൊന്നും സത്യമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ അച്ഛാ. രാഘവേട്ടൻ പറയും സ്നേഹം, ഇഷ്ടം അതൊക്കെ മനസ്സിലാക്കാനോ മനസ്സിലാക്കി പ്രകടിപ്പിക്കാനോ അവൾക്കറിയില്ല. എന്തെങ്കിലും കേട്ടാൽ അതിന്റെ മോശം വശങ്ങളിൽ പിടിച്ചു മാത്രം ബഹളം കൂട്ടാൻ അറിയാം. എന്നാ അതിന്റെ നന്മ കാണാൻ ശ്രദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേൽക്കണേ. അപ്പോ പൊന്നിയും ശ്യാമയും പിടിക്കുന്നുണ്ട്. അച്ഛാ പതുക്കെ. കുഴപ്പമില്ല, എന്താന്നറിയില്ല, വല്ലാത്തൊരു പരവേശം, ഞാനൊന്ന് കിടക്കട്ടെ. വിവരം അറിയാത്ത
കാത്തിരിപ്പേ മരണവേദനയെക്കാളും അപ്പുറം. എന്തെങ്കിലും വിവരം അറിഞ്ഞാ അച്ഛനും മോള് വിവരം അറിയിക്കണം. എന്റെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ഉണർവുണ്ടാവണമെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ഒരു നല്ല വാർത്ത കേൾക്കണം. നടക്കാൻ തുടങ്ങുമ്പോ ശ്യാമ പിടിക്കുന്നുണ്ട്. വേണ്ട മോളെ, അച്ഛൻ പോയിക്കോളാം, വിട്ടോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പയ്യെ പയ്യെ നടന്നു പോവാണ്. ഭഗവാനെ, എന്റെ കുഞ്ഞിന് ആപത്തൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ശ്യാമയ്ക്കും പൊന്നിക്കും സങ്കടാവുക. വിഷ്ണുവിനാണെങ്കിൽ ഇപ്പൊ ബോധം ഇതുവരെ വന്നിട്ടില്ല. ശാലിനി ഇങ്ങനെ പുറത്തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ശാരദാമ്മ ഇതുവരെ കുടുംബശ്രീ വീട്ടിലെത്തിയിട്ടില്ല. ശാന്തേച്ചി വിചാരിക്കും ഇതുവരെ കാണുന്നില്ലല്ലോ ഈശ്വര. അപ്പോഴായിരിക്കും ശ്യാമ വിളിക്കുന്നത്. ഹലോ അമ്മേ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ ശാന്തേച്ചി പറയും, ഞാനാണേ, അമ്മയല്ല, അമ്മ ഫോൺ കൊണ്ടുപോയിട്ടില്ല, മാർക്കറ്റിലേക്ക് പോയിരിക്കാ. അപ്പൊ അമ്മ അവിടെ ഇല്ലേ? അപ്പോഴേക്കും ശാരദാമ്മ ഇങ്ങനെ നടന്നു വരുന്നത് ശാന്തേച്ചി കാണാ. അതാ വരുന്നുണ്ട് മോളെ, ഞാൻ കൊടുക്കാം. ശാരദാമ്മേ, ദാ ശ്യാമയാ എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കാണ്. എന്താടി, എന്താ വിശേഷം? ശ്യാമ ഒരു വിശേഷങ്ങളേ ഉള്ളൂ. എന്തൊക്കെ കുഴപ്പങ്ങളാ അമ്മ ഉണ്ടായിരിക്കുന്നത്? ശാരദാമ്മയ്ക്കും കുഴപ്പോ? എന്താടി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ അമ്മയെ കുഞ്ഞിച്ച് വിളിച്ചില്ലേ? ശാരദാമ്മ പറയും, ഇല്ല. ശ്യാമയ്ക്കും, വിഷ്ണുവേട്ടനെ അമ്മയാണോ ചോറ് കൊണ്ടുപോയി കൊടുത്തത്? അതെ. അവിടുന്ന് ഒരു പോലീസുകാരൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ചോറ് കൊണ്ടുപോയി കൊടുത്തു. അതിനിപ്പോ എന്താ? ശ്യാമ അപ്പൊ തന്നെ തലക്ക് കൈവച്ച അവസ്ഥയിലാ നിൽക്കുന്നത്. ശാരദാമ്മയ്ക്ക് കാര്യം അറിയില്ലല്ലോ. ഇനി സത്യമോ വല്ലതും പറഞ്ഞോ? ശ്യാമ പറയും, അമ്മ കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം കഴിച്ചതിന് ശേഷം വിഷ്ണുവേട്ടന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായി. ശാരദാമ്മയ്ക്കും, കുഴപ്പോ? എന്ത് കുഴപ്പം? വിഷ്ണുവേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണമ്മേ. അയ്യോ, എന്താടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, ഇവിടെ അതിന്റെ പേരില് വലിയൊരു ബഹളം തന്നെ സത്യാമ്മ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇനി എന്തൊക്കെയാവുന്നേ എനിക്കറിയില്ല അമ്മേ. അമ്മ ഇത്രയും പെട്ടെന്ന് കുഞ്ഞിച്ചി ഒന്ന് വിളിച്ചു നോക്ക്. ശാരദാമ്മ ഇതെല്ലാം കേട്ട് ആകെ ടെൻഷനിൽ നിൽക്കുക. മോളെ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോള് കട്ട് ചെയ്യണേ. എന്നിട്ട് വേഗം ശാലിനിയെ വിളിക്കുക. ശ്യാമ ആകെ പേടിച്ചിട്ടുണ്ട്. ഈശ്വര, കുഴപ്പമൊന്നും ഉണ്ടാവാൻ ഞാൻ മതിയായിരുന്നു. അങ്ങനെ ശാരദ പറയും, ശാന്തേ, നമ്മൾ കൊടുത്തയച്ച ഭക്ഷണം കഴിച്ചിട്ട് വിഷ്ണുമോൻ ഹോസ്പിറ്റലിലായെന്ന് ഞാൻ അറിഞ്ഞു. ശാരദാമ്മ എന്താ ഫോൺ കൊണ്ടാവാതിരുന്നേ? അത് പിന്നെ ഞാൻ എന്തായാലും അവളെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനിയെ വിളിക്കുക. അങ്ങനെ ശാലിനിയെ വിളിക്കുമ്പോ തന്നെ ശാലിനി എടുക്കും. അമ്മേ, എന്താടി, എന്താ അവിടെ സംഭവിച്ചത്? അമ്മേ, സ്റ്റേഷനിൽ വിളിച്ച് പറയുമ്പോഴാ ഞാനും അറിയുന്നത്. ഞാൻ അവിടെ എത്തുമ്പോ വിഷ്ണുവേട്ടൻ രക്തം ഛർദ്ദിച്ച് കിടക്കുന്നതാ കണ്ടത്. ഇവിടെ ഇപ്പോ ഐസിയുലാ. അയ്യോ മോളെ, ഞാനിപ്പൊ തന്നെ വരാം, നീ അവിടെ ഒറ്റയ്ക്കില്ലേ ഉള്ളൂ. അപ്പോ ശാലിനി പറയും, വേണ്ട അമ്മേ, അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. അതെന്താ? അപ്പൊ ശാലിനി പറയും, ഇവിടെ അമ്മ കൊണ്ടുവന്ന് കൊടുത്ത ഭക്ഷണത്തിൽ നിന്നാ ഫുഡ് പോയിസൺ ഉണ്ടായിരിക്കുന്നതെന്നാ ഇവര് പറയുന്നത്. ശാലമ്മ ആകെ ഞെട്ടും. അതെങ്ങനെയാ മോളെ ശരിയാവുക? ആ ഭക്ഷണമല്ലേ ഇവിടെ ഹോട്ടലിലുള്ളവരും വീട്ടിലുള്ളവരും ഒക്കെ കഴിച്ചത്? ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ നമ്മൾ വീട്ടിലേക്ക് എടുക്കുന്നത്, അല്ലാതെ വേറെ ഭക്ഷണമൊന്നും നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നില്ലല്ലോ. ശാലി പറയും, അമ്മേ, അത് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യല്ലേ, മറ്റുള്ളവർക്ക് അതറിയേണ്ട ആവശ്യമില്ലല്ലോ. അവര് നോക്കുമ്പോ അമ്മ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ടാ വിഷ്ണുവേട്ടനെ സുഖം ഇല്ലാണ്ടായതും അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങിയതൊക്കെ. ശാരദാമ്മ പറയും, ഡി, പറയുന്നവർക്ക് എന്തും പറയാലോ, നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ ഇതൊക്കെ. അതുകൊട്ടെ, വിഷ്ണുവിന് എങ്ങനെയുണ്ട്, നീ അത് പറ. അത് വല്ലാത്തൊരവസ്ഥയിലെ അമ്മേ ഇവിടെ കൊണ്ടുവന്നത്. ഡോക്ടർ ആണെങ്കിൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ശാരദാമ്മ നെഞ്ഞത്ത് കൈവച്ച് കരഞ്ഞോണ്ട് പറയും, മോളെ, നീയാണേ എന്റെ സത്യമോളാണേ, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എവിടെയോ എന്തോ ചതി പറ്റിയിട്ടുണ്ട്. അതും ഈ ഒരു അവസ്ഥയില് നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ഞാൻ വരണ്ടെങ്കിൽ വേണ്ട, ഞാൻ അച്ഛനെ അങ്ങോട്ട് പറഞ്ഞു വിടട്ടെ. ശാലിനി പറയും, അയ്യോ, അത് ഒട്ടും വേണ്ട. അതെന്താ മോളെ? ശാലിനി പറയും, ഇതുപോലെ പ്രശ്നമായിടത്തേക്ക് അച്ഛൻ വന്നാ അത് കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ. ഇതിപ്പോ സത്യാമ്മയും മറ്റും അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ സമയം സത്യഭാമ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ശാലിനി കണ്ടിട്ടില്ല. അങ്ങനെ ശാലിനി പറയണേ, ആരും വേണ്ട, ഒരാളും വേണ്ട, ഞാനിത് എങ്ങനെയെങ്കിലൊക്കെ ഫേസ് ചെയ്ത് നിന്നോളാം, അല്ലാതെ ഒരു മാർഗവും. തെറ്റ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നാണല്ലേ പറയുന്നത്. അപ്പോഴേക്കും ശാലിനിയുടെ അടുത്ത് കൂടെ ഭാമ വന്ന് ഐസിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കണേ. ശാലിനി ഇപ്പോഴും കണ്ടിട്ടില്ല. ഭാമയാണെങ്കിൽ വിഷ്ണുവിനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നോക്കണേ. ഇതേ സമയം ശാരദാമ്മ പറയും, മോളെ, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെ ഇപ്പൊ ഇത് കേട്ടതിന് ശേഷം ചങ്കു പൊട്ടിയാ നിൽക്കുന്നത്. എന്റെ കൈകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ച ഒരാള് ഹോസ്പിറ്റലാണെന്ന് കേൾക്കുമ്പോ തന്നെ അതെന്റെ മരണത്തിന് തുല്യമായിട്ടാ ഞാൻ കരുതുന്നത്. ഒന്നെങ്കിൽ മറ്റെന്തോ സ്റ്റേഷനിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറ്റം നമ്മളിൽ ചാർത്തി മറ്റാരൊക്കെയോ എന്തൊക്കെയോ ലക്ഷ്യം കാണുന്നുണ്ട്. മോളത് കണ്ടെത്തണം. വിഷ്ണുമോൻ രക്ഷപ്പെടുകയും വേണം. നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണം. ഞാൻ നോക്കട്ടെ അമ്മേ, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. അമ്മ സമാധാനായിട്ടിരിക്കെ, ഞാൻ വിളിക്കാം. ഈ സമയത്ത് രോഹിത് ഇങ്ങനെ ശാലിനിയെ നോക്കുന്നുണ്ടെങ്കിലും ശാലിനി കണ്ടിട്ടില്ല. ശാരദാമ്മ പറയും, ഇനി എനിക്ക് എന്ത് സമാധാനടി, എന്നാലും ഞാൻ കാത്തിരിക്കും. വിഷ്ണുമോന് ഭേദായെന്നേ നീ വിളിച്ച് പറയുന്നതും കാത്തുകൊണ്ട്. അപ്പൊ ശാലിനി പറയും, ഞാൻ വിളിക്കാമേ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും സത്യഭാമ ദേഷ്യത്തോടു കൂടി ശാലിനി അങ്ങ് തിരിഞ്ഞു നോക്കുന്നത്. ഫോൺ വെച്ച് തിരിയുമ്പോഴായിരിക്കും ശാലിനി ഭാമയെ കാണുന്നത്. സത്യമ്മയെ കാണുന്നതും ശാലിനി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. സത്യഭാമ നേരെ ശാലിനിയുടെ അടുത്ത് ചെന്ന് ശാലിനി അങ്ങ് മുറുക്കി പിടിച്ചിട്ടേക്കും ഫോൺ വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ചതാണോടി? എന്റെ കുഞ്ഞിനെ കൊല്ലാൻ അമ്മയും മോളും കൂടെ പ്ലാൻ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞ് സന്തോഷം അറിയിക്കാനോടി? ശാലിനി കരഞ്ഞോണ്ട് സത്യമേ എന്നിങ്ങനെ വിളിക്കാ. രോഹിത് വയ്ക്കും, എന്തൊക്കെയാ സത്യമേ വിളിച്ചു പറയുന്നത്? ഭാമ പറയും, നീ മിണ്ടരുത്, ഇവളൊറ്റൊരുത്തി കാരണം
കാരണ എന്റെ കുഞ്ഞ് മരണത്തെ മുഖാമുഖം ദാ അവിടെ കിടക്കുന്നത്. ദേ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ നിന്റെ കുടുംബശ്രീ അടക്കം എല്ലാത്തിനെയും കത്തിക്കും ഞാൻ. ദേ ഓർത്തോ നീ എന്നിങ്ങനെ പറയുമ്പോഴും ശാലിനിയുടെ മനസ്സാകെ മരവിച്ചിട്ടുണ്ടല്ലോ. വിഷ്ണുവിനെ ഓർത്ത് ഭാമ ഇങ്ങനെ പറയുമ്പോ ചങ്കു പൊട്ടിയാണ് ശാലിനി അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ എപ്പിസോഡിലുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്